ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. ഇന്നലെ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ പൂരമായിരുന്നു കേട്ടോ. അതായത് ഏട്ടൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ അമ്പലത്തിലെ പൂരമായിരുന്നു, കൊടുമുടിക്കാവിൽ. അപ്പോൾ രാവിലെ ഏട്ടനും കുട്ടികളെല്ലാം അമ്പലത്തിൽ തൊഴാൻ പോവാണ് കേട്ടോ. എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് നീക്കാൻ വൈകി ഇന്നലെ ഇവിടുന്ന് കാളയൊക്കെ പോകുന്നുണ്ട്, കാളയും ബാൻഡൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവർ ഇന്നലെ രാത്രി കാളയുടെ അടുത്തൊക്കെ പോയിരുന്നിട്ട് വരാൻ കുറച്ച് വൈകണം. അപ്പോൾ ഉറങ്ങാനും വൈകുമല്ലോ. അപ്പോൾ ഒന്ന് രാവിലെ എണീക്കാൻ വൈകി. അപ്പോൾ പിന്നെ അവരൊക്കെ എണീറ്റിട്ടാണ് പിന്നെ ഏട്ടൻ പോയത് അമ്പലത്തേക്ക്. അങ്ങനെ അവരൊക്കെ പോയിട്ട് പിന്നെ ഞാൻ വേഗം അടുക്കളയിൽ വന്ന് പിന്നെ ചോറും കറിയൊക്കെ വെക്കാൻ നോക്കി. വന്നപ്പോൾ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് തേങ്ങ നിറയ്ക്കാതെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാമെന്ന് കരുതി. തേങ്ങ അരച്ച് വെച്ചാൽ പിന്നെ അത് ബാക്കിയാവും. അപ്പോൾ നല്ല കുറച്ച് ഇതിന് ചിലപ്പോൾ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഒന്ന് കുറച്ച് വെക്കാമെന്ന് കരുതി. പിന്നെ എനിക്ക് ദോശ ഉണ്ടാക്കാൻ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടാണ് വരിക. അമ്പലത്തിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എനിക്ക് മാത്രമുള്ള ദോശ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കും. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരും പരത്തുമ്പോൾ. കനമൊന്നും ഉണ്ടാവില്ല. ഈ മിക്സിയിൽ അടിക്കാതെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കനമായിട്ട് തോന്നുന്നത്. ഇത് പരക്കില്ല, അങ്ങനെ കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ മിക്സിയിലാവുമ്പോൾ ആ കട്ടയൊക്കെ എന്നിട്ട് ഉടഞ്ഞിട്ട് നല്ല സോഫ്റ്റായിട്ട് പരത്താൻ പറ്റും നമുക്ക്. അപ്പോഴേക്ക് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചത് തിളച്ച് വന്നപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അരിയൊക്കെ കഴുകിയിട്ടു കേട്ടോ. അരിയൊക്കെ കഴുകിയിട്ട് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാൻ നോക്കി. പിന്നെ അപ്പുറത്ത് അവിയൽ വെക്കുന്നുണ്ട്. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരിയാണ്. ഒരു സൈഡിൽ അവിയൽ കഷ്ണം അരിയണമുണ്ട്, അപ്പുറത്തെ സൈഡിൽ ദോശ ഉണ്ടാക്കുന്നതുമുണ്ട്. ഒരു 4 വയ്ക്കും മാത്രമല്ലേ വേണ്ടു. ഞാൻ ഒരു 4 ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അപ്പോഴേക്കും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ചോറ് വന്നപ്പോൾ പിന്നെ ഞാനത് വാർത്ത് വെച്ചു. പിന്നെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അടുക്കളയിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. മറ്റേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേശയിൽ ഇരുന്ന് കഴിക്കുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള വെച്ചെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ അടുക്കളയിൽ ഇരുന്നിട്ടാണ് കഴിക്കുക. എനിക്ക് അവിടെ നിന്ന് കഴിക്കണതാണ് ഇഷ്ടം. അങ്ങനെ എൻ്റെ ചായ കൂടി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഏട്ടൻ്റെ കുട്ടികൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് അവർ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് വന്നത്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കുട്ടിയൊക്കെ വന്നിരുന്നു. അവരിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഇന്നലെ പൂരമായിട്ട് വന്നിരുന്നു. അപ്പോൾ അവർ ചെന്നപ്പോൾ അവരപ്പം മോന്താട്ടോ അവൾ ആ ചെറുതാട്ടോ ഏട്ടൻ്റെ കുട്ടി. പിന്നെ അപ്പോഴേക്കും അവിടെ തറയൊക്കെ വരുന്നുണ്ട്. തറ വരുന്നുണ്ടപ്പോൾ അവർക്കുള്ള അരിയും പൂവും വിളക്കൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണ്. എന്നാൽ പിന്നെ അവർ വന്നാൽ വേഗം കളിച്ച് പോയിക്കോളും. അപ്പോൾ കൊട്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവരെയും കാത്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെ അവരെ അടുത്ത വീട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് റെഡിയായി. കളിച്ച് പോയിട്ട് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്ന് നോക്കിയപ്പോഴേക്കും അവിയലൊക്കെ വെള്ളം വറ്റി സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം തേങ്ങ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ തേങ്ങ ഞാൻ അതിലേക്കിട്ട് ചേർത്തു. പിന്നെ കുറച്ച് തേങ്ങ ഒന്ന് ചൂടായാൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കും. പിന്നെ അവിയൽ സെറ്റായി. അവിയൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാണ്. ഇവർ പിന്നെ ഇവിടെ അത് കഴിഞ്ഞിട്ട് 3 വന്നിരുന്നു കേട്ടോ. 3 വന്നത് ഇപ്പോൾ 2ാമത്തെ ആണ്. അവർ പിന്നെ ഇവിടെ കളിച്ച് പോയതാണ്. അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ വേണ്ടി പോയിട്ട് അവർ തിരിച്ചു വരികയാണ്.
പിന്നെ ഇതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് കരുതി. ഇല്ലാന്നുണ്ടെങ്കിൽ അത് മറക്കും. പിന്നെ ഈ വൈകിട്ടത്തേക്ക് വെച്ചാൽ പിന്നെ നമുക്ക് പൂരത്തിനൊക്കെ പോകണമല്ലോ. അപ്പോൾ പിന്നെ അതിനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ വേഗം അങ്ങോട്ട് അലക്കിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുഴലിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത്. കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കില്ല. കിണറ്റിലെ വെള്ളം അടി എത്തിയിരുന്നു. അപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വേഗം വറ്റും. അപ്പോൾ നമുക്ക് കുടിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കിണറ്റിൽ നിന്നാണ് വെള്ളം അടിക്കില്ല. അപ്പോൾ ആ വെള്ളം ഞങ്ങൾ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊന്നും എടുക്കാറില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള വെള്ളം ഞാൻ പിന്നെ ഇങ്ങനെ കോരി കൊണ്ടുവയ്ക്കുകയാണ്. ഇന്നത്തേക്ക് നാളത്തേക്കൊക്കെ ഉള്ള വെള്ളം. പിന്നെ വൈകുന്നേരം ഇങ്ങനെ എന്തായാലും കോരാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളമൊക്കെ കോരി കൊണ്ടുവന്ന് വെച്ച് അടിച്ചു വരാൻ പോകുമ്പോഴാണ് ഇവൾക്ക് വിശക്കുണ്ട് അറിയുന്നുണ്ട് കേട്ടോ. അവളുടെ പേര് ആരാധന എന്നാട്ടെ. ഞങ്ങൾ ആരാധന വിളിക്കും. ആരാധന വിശക്കുണ്ട് അറിയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ വിശക്കുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് പോകണമെന്നും പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് നമ്മുടെ അമ്മേനെ കാണണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ചോറ് ഇലയിലൊക്കെ വിളമ്പി കൊടുത്തിട്ടോ. ചോറും കൂട്ടാനും മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ അവിയൽ ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളമ്പി കൊടുത്തു. പക്ഷെ അവൾ കഴിച്ചില്ല. കുറച്ചേ കഴിച്ചുള്ളൂ അവൾ ചോറ് കേട്ടോ. അങ്ങനെ അവളെ ചോറിനൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിക്കാനും തുടയ്ക്കാനും പോയി. പിന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കി കേട്ടോ. നമുക്ക് പിന്നെ അമ്മേനെ കാണാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കൊണ്ടാക്കി. അങ്ങനെ പിന്നെ ഞങ്ങളും ചോറൊക്കെ ഉണ്ട് കേട്ടോ. ഇവൾ പിന്നെ ചെറിയ ആൾ പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇവർ ഇവിടുത്തെ കാളേനൊക്കെ ഇറക്കി പോയിട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ ഞങ്ങളും പോയിട്ടുണ്ട് പൂരം കാണാൻ. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ. പൂരത്തിന് ചെന്നപ്പോൾ പിന്നെ പൂരം കണ്ട അവിടെ അങ്ങനെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ തോന്നിയില്ല. ഗംഭീര പൂരമായിരുന്നു കേട്ടോ. 12:45 വരെ പൂരം കയറിയിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും 2 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ, പൂരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.